LLP പ്രൈവറ്റ് ലിമിറ്റഡ് ഇത് രണ്ടും ഫയലിങ്ങിലും അതേപോലെ ആനുവൽ കംപ്ലയിൻസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് DIR3 eKYC എന്ന് പറയുന്ന ഫോം. ഇതിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇയർലി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. മാർച്ച് 31 നിങ്ങൾക്ക് ഡിന്ന് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെപ്റ്റംബർ 30 തന്നെ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ഈ KYC അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് 5000 രൂപ പെർ പേഴ്സണ് പെനാൽറ്റി കിട്ടും. ഈ KYCയുടെ ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 30. പിന്നെ എന്തിനാ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡ്യൂ ഡേറ്റ് ഒക്ടോബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഈ KYC അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒക്ടോബർ 15 തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. നമ്മളെ ഫൈൻ 5000 രൂപ ഫൈനും പ്ലസ് നിങ്ങളെ ആനുവൽ കംപ്ലയിൻസ്, കമ്പനീൻ്റെ ഒരു ആനുവൽ കംപ്ലയിൻസും LLPൻ്റെ ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ DIN KYC നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.